സ്വാമി ശരണം. കുടുംബത്തിലെ അംഗം പാർവതി അന്തർജനം മരണപ്പെട്ട് പുലയുള്ള ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ ക്ഷേത്രനടയിലെ ഫോട്ടോഷൂട്ടാണ് നിങ്ങളുടെ കണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു? സാധാരണ ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് മരിച്ച് പുല വന്നാൽ കളഭം, ചന്ദനം, കുങ്കുമം എന്നിവയൊന്നും പൂശാറില്ല. ഹിന്ദു ആചാരങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിക്കേണ്ട വ്യക്തി തന്നെ അവയെ നിസാരവൽക്കരിക്കുന്നത് ഹൈന്ദവ വിശ്വാസങ്ങൾക്കും വിശിഷ്യ ഗുരുവായൂർ ക്ഷേത്രത്തിനും അപകടകരം തന്നെയാണ്. സ്ഥിരബുദ്ധിയും സ്ഥലകാലബോധവും നഷ്ടപ്പെട്ട നിലയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഭക്തജന സമൂഹം വളരെയധികം ആശങ്കയോട് കൂടിയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. അദ്ദേഹം ഗുരുവായൂർ തന്ത്രി എന്ന സുപ്രധാന സ്ഥാനം ഒഴിഞ്ഞുമാറി നിൽക്കണമെന്നാണ് പറയുന്നത്. ഏകാദശി വ്രതം നോറ്റ ഗുരുവായൂരിലെത്തി ആയിരങ്ങൾക്ക് നൽകിയ പ്രസാദ ഊട്ട് പുലവാലായ്മയുള്ള ഈ തന്ത്രി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ കഴിഞ്ഞ ദിവസം ഏകാദശി വ്രതം നോറ്റ ഗുരുവായൂരപ്പ ഭക്തർക്കുണ്ടായ അശുദ്ധിക്ക് അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്ന ഭരണസമിതി അംഗങ്ങളും ഇതിന് ഭഗവാനോട് സമസ്ത അപരാധം പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യുക തന്നെ വേണം. നിരന്തരം ആചാരലംഘനം നടത്തുന്ന ഡോക്ടർ VK വിജയൻ നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡ് ഭരണസമിതിയെ സർക്കാർ പിരിച്ചുവിടണം എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു. അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി നാളിൽ അശുദ്ധി ഉണ്ടായിട്ടും തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അന്നദാനപുരയിൽ നിലവിളക്ക് കൊളുത്തിയത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നുവെന്ന് അഖില കേരള തന്ത്രി സമാജം സംസ്ഥാന കമ്മിറ്റി യോഗവും യോഗക്ഷേമ സഭയും ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടു. തന്ത്രി സമൂഹത്തിനാകെ മാതൃകയാകേണ്ട ആളാണ്. അന്നദാനപുര ക്ഷേത്ര മതിലിന് പുറത്താണ് എങ്കിലും പുല കണക്കിലെടുത്ത ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കാൻ കർശന ജാഗ്രത പുലർത്തണമായിരുന്നു. ഏകാദശി ദിനത്തിൽ നടത്തപ്പെടേണ്ട ഉദയാസ്തമന പൂജ ഇല്ലാതാക്കി ആചാരലംഘനം നടത്തിയതും ഇതിനൊപ്പം നാം കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ്.